ജാതി സെൻസസ് എടുക്കണം, അത് സോഷ്യോളജിക്കൽ മാറ്ററുകൾ കറക്റ്റ് ആക്കാനല്ലേ. അങ്ങനെയല്ല, മാന്തി ചൊറിഞ്ഞ് പുണ്ണാക്കിയിട്ട് പിന്നെ പരിതപിച്ചിട്ട് കാര്യമില്ല. ഇതാരാണ് പറയാൻ വേണ്ടി തുടങ്ങിയത്? നിങ്ങൾക്ക് വിശനം പറയരുതായിരുന്നു ആദ്യം. ആരാണ് ചൊറിഞ്ഞ് മാന്തിയത് ആദ്യം? അപ്പൊ തിരിച്ചറിയുന്ന ആ സമയത്ത് തീർച്ചയായിട്ടും ഈ ചുണ്ടങ്ങ കൊടുത്ത് വഴുതണങ്ങ വാങ്ങി എന്നാണ് പറയുന്നത് സജീവൻ. കാരണം നിങ്ങളാണ് ചൊറിഞ്ഞു തുടങ്ങിയത്. സംവരണത്തെ സംബന്ധിച്ച്, ജാതി സെൻസസിനെ സംബന്ധിച്ചൊക്കെ ചൊറിഞ്ഞു തുടങ്ങി. പിന്നെ BJP ആണെങ്കിൽ പിന്നെ എടുത്ത് മലമറിച്ചു, ജാതിയും വർഗീയതയും പറഞ്ഞ്. അതാണ് അതിന് ന്യായീകരിക്കുകയാണ് VK സജീവൻ. അപ്പം മാന്തിയാൽ തിരിച്ചും മാന്തും എന്നാണ് പറയുന്നത്. ഇവര് ജാതീയത പറയില്ലല്ലോ, ഇവര് ജാതിയെ പറ്റി മിണ്ടില്ലല്ലോ. കാര്യം ജാതിയെ പറ്റി മിണ്ടിയാൽ ഇവർക്ക് നേരെ തന്നെ ഇത് തിരിഞ്ഞു കൊത്തും. ഇവർ ഏത് കാസ്റ്റിനെയാണ്, ഏത് അപ്പർ കാസ്റ്റിനെയാണോ ഇവർ എടുത്തുയർത്തുന്നത്, അവർ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴും പലപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താഴേക്കടയിലുള്ള ഹിന്ദുവിന്റെ നേരെ ആക്രമണവുമായി ഇറങ്ങി പുറപ്പെടുന്ന ഇവന്മാരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇവരത് മിണ്ടില്ല. പിന്നെ രണ്ടാമത്, ഞങ്ങൾ ജാതി സെൻസസിനെ പറ്റി പറയുന്നത് ജാതീയതയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് ഏത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജാതി സെൻസസിനെ പറ്റി ഇതിനു മുമ്പും 90-കൾ തൊട്ട് ഇങ്ങോട്ട്, മണ്ഡൽ കമ്മീഷന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ സംശയം? അതുപോലെയാണോ ബൻസ്വാരയിൽ 23-ാം തീയതി ഈ ഹിന്ദുക്കളുടെ സ്വത്ത് മുഴുവൻ എടുത്ത് കോൺഗ്രസ് ഇതാ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു, നിങ്ങളുടെ കെട്ടുതാടി മംഗല്യ സൂത്രം അത് പറിച്ചെടുത്തിതാ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണോ? പിന്നീട് ഈ ചർച്ചയിലെ BJP പ്രതിനിധി, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ആദ്യമായിരിക്കുകയാണ്, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാര്യം അദ്ദേഹം മോദി ഗ്യാരണ്ടിയെ പറ്റി പറഞ്ഞു. എന്റെ സാർ, തൃശ്ശൂര് കഴിഞ്ഞ പിന്നെ ഇപ്പോഴാണ് ഏതെങ്കിലും ഒരു BJP-ക്കാരൻ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മോദി പറഞ്ഞു പോയതിനു ശേഷം ഈ ചർച്ചയിലാണ് ഞാൻ ആദ്യമായി ഏതെങ്കിലും ഒരു BJP-ക്കാരൻ മോദി ഗ്യാരണ്ടി എന്നൊരു വാക്ക് പറയുന്നത് കേൾക്കുന്നത്. തൃശ്ശൂരിന്റെ അതിർവരമ്പ് വിട്ടതിന് ശേഷം മോദിയോ RSSോ ഏതെങ്കിലും ഒരു നിങ്ങളുടെ താരപ്രചാരകനോ ഈ വാക്ക് മിണ്ടിയിട്ടുണ്ടോ? മോദി ഗ്യാരണ്ടി എന്താ നിങ്ങളുടെ മോദി ഗ്യാരണ്ടി? 2014 അധികാരത്തിൽ വരുമ്പോൾ പെട്രോളിന്റെ വില 70 രൂപ മാക്സിമം പ്രൈസ് ആണ്. അന്ന് നിങ്ങളുടെ K. സുരേന്ദ്രജി, ഇപ്പൊ വയനാട്ടിൽ ജയിക്കാൻ പോകുന്നത് നിങ്ങൾ പറയുന്ന സുരേന്ദ്രജി ഉണ്ടല്ലോ, സുരേന്ദ്രജി ഈ നമ്മുടെ സൈക്കിൾ തള്ളിക്കൊണ്ട് പോയിട്ട് സമരം ചെയ്തിട്ട് പറഞ്ഞു, മോദി വന്നാൽ ഞാൻ ഇത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയും. അതെ, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി വേറെ ഗ്യാരണ്ടിയാണ് അജിംഷാദെ. അത് അന്ന് 400 രൂപയാണ് LPGയുടെ പ്രൈസ് 2014. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഗ്യാസ് സിലിണ്ടർ തലയിൽ ചുമന്നുകൊണ്ട് പോയിട്ട് പറഞ്ഞു, നമ്മളോടെല്ലാം പറഞ്ഞു, ഞങ്ങളുടെ മോദിജി അധികാരത്തിൽ വരും, ഞാൻ ഇത് ഹാഫ് പ്രൈസ്, പാതി പ്രൈസ് ആക്കി തരാം. ഇതിന്റെ എത്രയാ പാതി? 400ന്റെ പാതി 200. കഴിഞ്ഞ മാസം വരെ LPGയുടെ വില 1200 രൂപ. കഴിഞ്ഞ മാസം കുറഞ്ഞോ? കഴിഞ്ഞ മാസം കുറഞ്ഞോ? 100 കൂട്ടിയിട്ട് 50 പൈസയും 1 രൂപയാണ് കുറയ്ക്കുന്നത്. അല്ലല്ല, 50 പൈസ 100 ഗ്യാസ് സത്യസന്ധമായിട്ട് പറയണം. ഏങ്കർ വിളിച്ചു പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കണം. ഗ്യാസിന് കുറച്ച് പറയണം. കഴിഞ്ഞ മാസം കുറഞ്ഞോ? എന്താണ് ഏങ്കർ വിളിച്ചു പറയുന്നതിൽ അല്പസ്വല്പെങ്കിലും സത്യസന്ധത വേണം. അല്ല, ഞാൻ കുറച്ചു ശരിയാണ്, കുറച്ചു ശരിയാണ്. എത്രയാണ് കൂട്ടിയത്? ഇപ്പോ വസന്ത് തെങ്ങമ്പള്ളി പറയുന്ന 400-ൽ നിന്ന് എത്ര രൂപയാണ് കൂട്ടിയത്? അതിനുശേഷം എലക്ഷൻ പൊളിറ്റിക്സ് ആണ് പെട്രോൾ വിലയെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞങ്ങൾ കുറച്ചുകൂടായിരുന്നോ? എപ്പോഴാ കുറഞ്ഞത്? അത് നമ്മൾ കാണാറുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഓരോ ദിവസവും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പോലെയാണ് പെട്രോൾ വില മാറുന്നത്. പക്ഷേ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ അത് കുറയാറില്ല, അത് കൂടാറില്ല. മാത്രം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിട്ട് BJP എന്തെങ്കിലും പൊളിറ്റിക്കൽ ഗിമ്മിക്സ് കാണിച്ചോ? എന്താ നിങ്ങൾ പറയുന്നത്? ഉത്തരം പറയേണ്ടത് തെങ്ങമ്പള്ളിയാണ്. മനസ്സിലാവുന്നില്ല. തെങ്ങമ്പള്ളി തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായി തങ്ങൾ ഒരു പൊളിറ്റിക്സും കളിച്ചിട്ടില്ല എന്നാണ് VK സജീവൻ പറയുന്നത്. മറിച്ചുണ്ടെങ്കിൽ പറയാം, അക്കവിട്ട് പറയാം. ഒന്നാം ഘട്ടത്തിൽ മോദി പറയുന്നത് മോദി ഗ്യാരണ്ടി എന്ന്. മോദി ഗ്യാരണ്ടി ഒന്നാം ഘട്ടം ഇവിടെ നിൽക്കട്ടെ. പെട്രോളിന്റെ ഗ്യാസിന്റെ വില പറഞ്ഞല്ലോ. ഗ്യാസിന്റെ വില എപ്പോഴാണ് കുറഞ്ഞത്? ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നത്. വടകരയിൽ ഉൾപ്പെടെ ഈ തവണ ജാതിയും മതവും കാഫിർ വിളിയൊക്കെ നടത്തിയത് ഞങ്ങളല്ല, നിങ്ങളാണ്. നിങ്ങൾ കേരളത്തിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന ഓർമ്മ വേണം. കേരളത്തിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓർമ്മ വേണം. ഇവിടെ കാഫിർ വിളിയും മതധ്രുവീകരണവും നടത്തിയിട്ടുള്ള മുന്നണികൾ അവർ ഞങ്ങളെ നോക്കിയിട്ടാണ് ഇപ്പൊ പല്ലിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളുടെ കയ്യിലല്ലേ? ആ കാഫിർ വിളിയും മതധ്രുവീകരണം നടത്തിയവരൊക്കെ അസാധുവാക്കി കളയണമായിരുന്നു.
എവിടെ പോയി നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷൻ? അതെ, ഇലക്ഷൻ കമ്മീഷന്റെ പണി ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നുണ്ട്. പരാജയമായിട്ട് പോയവരോട് തെളിവ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരായിട്ട് ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിശദീകരണം ചോദിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത്തവണുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഒരു പാവം മനുഷ്യൻ വിശദീകരണം ആവശ്യപ്പെട്ട് BJPയുടെ ദേശീയ അധ്യക്ഷത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് ഒളിച്ചോടാൻ വേണ്ടി സാധിക്കില്ല. അതെ, ശരിയാണ്. രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട്. മോദി പ്രസംഗിച്ചതിന് ആ പാർട്ടിയുടെ നോട്ടീസ്. നേതാവിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചത്. അത് ശരിയാണ്. ലോകത്തിൽ ആദ്യമായി, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി. അതെ അതെ, തീർച്ചയായും. അല്ല സജീവൻ ഈ പറഞ്ഞു കുടുങ്ങരുത്. കാരണം എന്താ അറിയാമോ, കാരണം ഈ തെങ്ങുംപള്ളി പറയുന്നത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പമാണ്, നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രൊട്ടക്ട് ചെയ്താൽ തെളിയുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര ഏജൻസി അല്ലേ, അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിനെന്തിനാണ് നിങ്ങൾ അങ്ങനെ ശ്ലാഘിക്കുന്നത്? ശ്രീ വി കെ സ്വതന്ത്ര ഏജൻസിയാണെന്നല്ലോ പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് പോലും ആ പാർട്ടിയുടെ പ്രസിഡന്റിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പ്രസിഡന്റിനോട്. പക്ഷേ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ ആരോടാണ് വിശദീകരണം ചോദിച്ചത്? കാർഗേയോടല്ല. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ശരി,